വോട്ടർ പട്ടിക ക്രമക്കേടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് താക്കീതായി ഇന്ത്യ സഖ്യത്തിന്റെ മഹാപ്രതിഷേധം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്കുള്ള പ്രതിഷേധ മാർച്ചിൽ അണിനിരന്ന് 300-ലധികം എംപിമാരെ കേന്ദ്രസേന അറസ്റ്റ് ചെയ്ത് നീക്കി. മാർച്ചിന് നേരെ പ്രകോപനവുമായി സുരക്ഷാ സേന രംഗത്തെത്തി. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ സംഘർഷം സൃഷ്ടിക്കാൻ ബോധപൂർവ നീക്കമാണ് ദില്ലി പോലീസ് നടത്തിയത്. ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്നും ഇന്ത്യ സഖ്യം ഒരുമിച്ച് പോരാടുമെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേരുന്നു. സിബി, രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിപക്ഷ എംപിമാർ നടത്തിയ പോരാട്ടം ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് ട്രാൻസ്പോർട്ട് ഭവനിൽ മുന്നിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ച് അത്തരത്തിൽ തന്നെ മഹാസംഭവമായി മഹാപ്രതിഷേധമായി മാറുകയും ചെയ്തു. എന്താണ് ഇന്ന് ദില്ലിയിൽ നടന്നത്? എംപിമാരെന്താണ് പറഞ്ഞത്? കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് അവരോട് പെരുമാറിയത്? സിജു, ഇന്നിപ്പോൾ രാവിലെ 11 മണിക്ക് പാർലമെന്റ് സമ്മേളനം ചേരുകയും പാർലമെന്റിൽ ഈ ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണവും വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടും ഇന്ന് അടിയന്തര പ്രമേയ നോട്ടീസായി നൽകുകയും ചെയ്തു. പതിവ് പോലെ തന്നെ ഈ സഭാധ്യക്ഷന്മാർ, ഇരു സഭകളിലെയും സഭാധ്യക്ഷന്മാർ അനുമതി നിഷേധിക്കുകയും പിന്നീട് പ്രതിപക്ഷം നടുത്തത്തിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. പിന്നീട് ഇരു സഭകളും 2 മണിവരെ നിർത്തിവെക്കുക, അല്ലെങ്കിൽ 2 മണിവരെ പിരിയുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് ഇരു സഭകളിലെയും എംപിമാർ, പ്രതിപക്ഷ എംപിമാർ, ഏകദേശം 25ഓളം പ്രതിപക്ഷ പാർട്ടികളിലെ എംപിമാർ, 300ഓളം എംപിമാർ ഒന്നിച്ചു ചേർന്നുകൊണ്ട് പാർലമെൻറ്റ് കവാടത്തിൽ നിന്നും ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ട്രാൻസ്പോർട്ട് ഭവൻ്റെ മുന്നിലേക്കാണ്. ഇവിടെ വെച്ച് പോലീസ് ബാരിക്കേഡുകൾ ഉയർത്തിക്കൊണ്ട് ഈ ട്രാൻസ്പോർട്ട് ഭവൻ്റെ മുന്നിൽ വെച്ച് ഈ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് ഇവിടെ പോലീസും കേന്ദ്രസേനയും വിന്യസിച്ചുകൊണ്ട് എംപിമാരുടെ ഈ മാർച്ചിനെ തടയുകയും പിന്നീട് എംപിമാർ അവിടെ കുത്തിയിരുന്നുകൊണ്ട് സമരം ചെയ്തു. ഏകദേശം അരമണിക്കൂറോളം എംപിമാർ സമരം ചെയ്തു. അതിനുശേഷം അവരെ ഈ എംപിമാരെല്ലാം തന്നെയും അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് ഉണ്ടായത്. 26 രാഷ്ട്രീയ പാർട്ടികളുടെ എംപിമാർ, 300ഓളം എംപിമാർ ഒരുമിച്ച് പാർലമെന്റ് കമ്പാടത്തിൽ നിന്നും ഭരണഘടനാ സ്ഥാപനമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്തുന്ന ഒരു ചരിത്രപരമായ സമരത്തിനാണ് അല്പസമയം മുമ്പ് ഈ ഒരു ട്രാൻസ്പോർട്ട് ഭവൻ സാക്ഷ്യം വഹിച്ചത്. ഇത് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന ഒരു സമരമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് നമുക്കറിയാം, ഈ ഒരു വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ ഒരു സമരം നടക്കുന്നത്. വോട്ടർ പട്ടിക ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസമെല്ലാം തന്നെയും ഇത്തരത്തിൽ സമരം ഈ പ്രതിപക്ഷ നേതാവ്, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം വിളിച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടന്നിരിക്കുന്നത്? വോട്ടർ പട്ടിക പൂർണ്ണമായും ക്രമക്കേടാണ്. ഈ ക്രമക്കേടിൽ കൃത്യമായ സത്യാവസ്ഥ മനസ്സിലാക്കണം. അത് കൃത്യമായി വോട്ടർ പട്ടികയും വോട്ടർ പ്രക്രിയയെല്ലാം നിലയും സുതാര്യമാണെന്ന് കൃത്യമായി ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടുകൊണ്ട് CPIയും PB അടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിലൊരു സത്യവാങ്മൂലം നൽകാൻ മാത്രമാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. ഇപ്പോഴും ഒരു അന്വേഷണവുമായി മുന്നോട്ട് പോകാനോ ഈ പ്രതിപക്ഷം കൊണ്ടുവന്ന ഇത്തരം നിർദ്ദേശങ്ങളും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളും എല്ലാം തന്നെ ഇതിലൊരു അന്വേഷണം നടത്താൻ പോലും തയ്യാറാകാത്ത സാഹചര്യം. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയുടെ ബി ഗ്രൂപ്പായി മാറി, അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ചട്ടുകമായി മാറിയിരിക്കുന്നു. BJPക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷണം നടത്തുകയാണ്. BJPയുടെ B ടീമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയെന്ന ഗുരുതരമായ ആരോപണം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഇന്നിപ്പോൾ രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തുന്നതിൻ്റെ ഭാഗമായി ഇന്ന് പ്രതിപക്ഷ എംപിമാർ ഈ സമരവുമായി മുന്നിട്ട് വരികയും പിന്നീട് ഈ സമരത്തെ പോലീസും കേന്ദ്രസേനയും കൂടി അടിച്ചമർത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇപ്പോൾ പാർലമെൻറ്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലാണ് ഈ എംപിമാരുള്ളത്. അങ്ങോട്ടേക്കാണ് എംപിമാരെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ഈ എംപിമാർ പാർലമെൻറ്റിനകത്തും പുറത്തും പ്രതിഷേധം നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ വൈകിട്ട് 6 മണിയോടെ ഇന്ത്യ സഖ്യത്തിൻ്റെ യോഗം കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടക്കും. അതിനുശേഷം തുടർഭാവിയിൽ എത്രത്തോളം ഈ BJPക്കെതിരെ ഒന്നിച്ച് പോരാടുന്ന എന്ന കാര്യത്തിലെല്ലാം നിലയും ഒരു സമര മാർഗങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യും. എന്തായാലും ഒരു വേറിട്ട ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അപൂർവമായ ഒരു പ്രതിഷേധം, ചരിത്രപരമായ പ്രതിഷേധമാണ് ഇന്നിപ്പോൾ ഈ ഒരു പാർലമെൻറ്റ് കവാടത്തിന് മുന്നിൽ നിന്നും ഈ ട്രാൻസ്പോർട്ട് ഭവനിൽ വരെ എത്തിയ ഈ സമരത്തെ കാണേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഭരണഘടനാ സംവിധാനമായ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു സമരം സ്വാഭാവികമായും അത് ചരിത്രപരമായ സമരം എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കേണ്ടി വരും. സിജു, സിബി, നേരത്തെ പല സമരങ്ങളും പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിലും ഇത്രയധികം ഐക്യത്തോടുകൂടി 300-ലധികം എംപിമാർ പങ്കെടുത്ത ഒരു സമരം ഒരുപക്ഷെ രാജ്യ ചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട്. പാർലമെന്റ് കവാടത്തിന് മുന്നിൽ നിന്ന്, ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് അവിടെ കേന്ദ്രസേന തടഞ്ഞെങ്കിലും വലിയ തരത്തിൽ വനിതാ എംപിമാരടക്കം ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് പ്രതിഷേധ രംഗത്തേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിലേറ്റവും ശ്രദ്ധേയമായത് എങ്ങനെയാണ് മോദി ഭരണകൂടം, സംഘപരിവാർ ഭരണകൂടം
തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലെയുള്ള ഭരണഘടനാ സംവിധാനങ്ങളെ ആകെ കൈപ്പിടിയിൽ ഒതുക്കുന്നത് എന്നുകൂടി വിളികളിലൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മുദ്രാവാക്യം വിളിയിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ആ എംപിമാർ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു കള്ള സംവിധാനമായി, കള്ളക്കൂട്ടമായി മാറിയിരിക്കുന്നു, പെരുങ്കള്ളൻ മോദിയാണ് അതിന് ഒത്താശ ചെയ്യുന്നതെന്ന് പറയുകയും ചെയ്യുന്ന ആ മുദ്രാവാക്യം വിളി തന്നെയാണ് ഇന്നൊരു പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായി തോന്നുകയും ചെയ്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടികൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സുഗമമായി സുതാര്യമായി നടത്തേണ്ട ഒരു ഏജൻസി തന്നെ, ഒരു ഭരണഘടനാ സ്ഥാപനം തന്നെ അതിനെ അട്ടിമറിക്കുമ്പോൾ ഇങ്ങനെ തന്നെ പ്രതിഷേധം ഉയരണം. ഇനിയുള്ള തുടർ പ്രക്ഷോഭത്തിലാണ് രാജ്യത്തെ ജനം കാത്തിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ സിബി പറഞ്ഞതുപോലെ തന്നെ 30 എംപിമാരെ നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. വലിയ ഔദാര്യം പോലെ. അതല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ട പണി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്താൽ മതി. രാജ്യത്തെ ജനങ്ങളെ വോട്ട് ചെയ്യിക്കുക എന്നുള്ള പണി മാത്രമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത്. രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കുതിര കയറേണ്ടതല്ല, എംപിമാരെ തോന്നുംപടി വിളിച്ച് വരുത്തേണ്ടതല്ല, തോന്നുംപടി പട്ടിക തയ്യാറാക്കലല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ജോലി എന്നുകൂടി പറയുകയായിരുന്നു എംപിമാർ. ഏതായാലും ആ 30 എംപിമാരെ വിളിച്ചുകൊണ്ടുള്ള ആ ഏർപ്പാട് വേണ്ട എന്ന് എംപിമാർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി എല്ലാവരെയും ഒരുമിച്ച് വിളിക്കണമെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു നിലപാട് തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഈ പ്രതിപക്ഷ എംപിമാർ അറിയിച്ചിട്ടുണ്ടോ? സിജു, രാവിലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ അറിയിച്ചത്. അതായത് 30 പ്രതിപക്ഷ എംപിമാരെ ഒരുമിച്ച് കാണാം, അല്ലാതെ എല്ലാ എംപിമാരെയും കാണണം, അവരെ കേൾക്കണമെന്നൊരു ആവശ്യമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. പക്ഷേ എല്ലാവരെയും കാണാൻ കഴിയില്ല. 30 എംപിമാരെ കാണാം എന്നുള്ളൊരു തീരുമാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. പക്ഷേ ആ രീതിയിൽ 30 എംപിമാരെ മാത്രം കാണേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് പ്രതിപക്ഷം എത്തിച്ചിരിക്കുകയായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നത്, ഒന്ന്, ഈ വോട്ടർ ലിസ്റ്റ് എന്ന് പറയുന്നത് ഡിജിറ്റലാക്കി മാറ്റുക, രണ്ടാമത് SIR റദ്ദാക്കുക, ആ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങൾ അത് കൃത്യമായി അന്വേഷിച്ച് അതിൽ ആശങ്കകൾ ദൂരീകരിക്കുക. ഈ ആവശ്യങ്ങളൊന്നിനെയും ഒരു നിലപാടും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിപക്ഷം കൊണ്ടുവച്ച ആരോപണങ്ങൾ തള്ളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച വേണ്ടെന്ന നിലപാടിലേക്ക് പ്രതിപക്ഷം എടുക്കുന്നത്. അതേസമയം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്നിപ്പോൾ ഈ എംപിമാരുടെ ഒരു പ്രതിഷേധം നമുക്ക് കൃത്യമായി കാണാമായിരുന്നു. ഒരു യുവജന സംഘടന നടത്തുന്ന രീതിയിൽ അത്രത്തോളം ചുറുചുറുക്കോട് കൂടിയായിരുന്നു ആ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനിലേക്കുള്ള ഒരു മാർച്ച്. മഹുവ മൊയ്ത്ര അടക്കമുള്ള വനിതാ എംപിമാർ ഈ വലിയ ഉയരത്തിലുള്ള ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. ഈ ബാരിക്കേഡിൻ്റെ മുകളിലേക്ക് അവർ കയറി ആ ബാരിക്കേഡിൻ്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് വനിതാ എംപിമാർ പ്രതിഷേധിക്കുന്ന കാഴ്ച കണ്ടു. അത്രത്തോളം വലിയ രീതിയിൽ SIRനെതിരായ മുദ്രാവാക്യം പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മോദി ചോർ എന്ന രീതിയിൽ മുദ്രാവാക്യം പിടിച്ചുകൊണ്ട് വലിയ ശക്തമായ ഒരു പ്രതിഷേധമാണ് ഇന്ന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. 300 പ്രതിപക്ഷ എംപിമാർ പാർലമെന്റ് വളപ്പിൽ നിന്നും ഒരു പ്രതിഷേധമായി വരുമ്പോൾ സ്വാഭാവികമായും അത് ചരിത്രത്തിൽ എഴുതി ചേർക്കുന്ന ഒരു പ്രതിഷേധമായി മാറുന്നു. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്രത്തോളം BJPയുടെ B ടീമായി മാറിയെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലേക്ക് കൃത്യമായി ഈ പ്രതിഷേധത്തിന് എത്താൻ കഴിഞ്ഞു എന്നുള്ളതും ഏറെ ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഇതിലും വലിയ സമരങ്ങൾക്ക് ഇനി വരും ദിവസങ്ങളിൽ സാക്ഷിയാകാൻ പോകുന്നു എന്നൊരു കൃത്യമായ സൂചന കൂടി ഈ സമരത്തിനുണ്ട് എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു ആവർത്തനമുണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബീഹാർ വോട്ടർ പട്ടികയുടെ പരിഷ്കരണം പൂർത്തിയാക്കുമ്പോൾ തന്നെ 65 ലക്ഷം വോട്ടർമാരാണ് ബീഹാറിൽ മാത്രം പുറത്തായി പോയത്. അതിൽ മതന്യൂനപക്ഷങ്ങൾ, ഏറ്റവും മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മേഖലകൾ, അതുകൂടാതെ പിന്നോക്ക വിഭാഗങ്ങൾ, ഏറ്റവും ദരിദ്രരായ വോട്ടർമാർ എല്ലാം തന്നെയും പിന്തള്ളപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ പ്രതിപക്ഷം ഉന്നയിച്ചതും അതുതന്നെയാണ്. ബീഹാർ വോട്ടർ പട്ടികയുടെ മറവിൽ അവിടെ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനുവേണ്ടി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചട്ടവുമായി ഉപയോഗിക്കുന്നു. ആ ഒരു വലിയ ആരോപണം ശരിവെക്കുന്ന രീതിയിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ 65 ലക്ഷം വോട്ടർമാർ പുറത്തുപോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം ശരിവെക്കുന്നതായിരുന്നു. ഇത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന കേരളത്തിലും തമിഴ്നാട്ടിലും അസമിലും ചണ്ഡീഗഡ് അടക്കമെല്ലാം നിലയും വരാൻ പോകുന്നു. സ്വാഭാവികമായും രാജ്യവ്യാപകമായി ഈ SIR നടപ്പാക്കാൻ പോകുമ്പോൾ അതിലെ ആശങ്കകൾ ദൂരീകരിക്കണമെന്ന ആവശ്യം ഇതുവരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വലിയ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ എംപിമാർ പാർലമെന്റിൽ നിന്നും ആരംഭിച്ചിരിക്കുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ എല്ലാ സംസ്ഥാനങ്ങളും ഉണ്ടാകുകയും ചെയ്യും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുണ്ടായ പോളിംഗ് ശതമാനവും പോളിംഗ് ശതമാനത്തിന് ശേഷമുണ്ടായ ആ ഒരു വോട്ടെണ്ണൽ ഫലമെല്ലാം തന്നെ പുറത്തു വരുമ്പോൾ വലിയ ആശങ്കകൾ അവിടെയും ഉണ്ടായിരുന്നു. ഹരിയാനയിലെയും കർണാടകയിലെയും ചില മണ്ഡലങ്ങളിലെ വോട്ടർ പട്ടിക ലിസ്റ്റുകളിലെ വലിയ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെ നിരവധിയായ ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയിട്ടും ആ ക്രമക്കേടുകളിൽ ഒരു അന്വേഷണം നടത്താൻ പോലും ഇതുവരെയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചില്ല. അതാണ് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് കാരണമായതും. എന്തായാലും ജനങ്ങളുടെ സമ്മതിദാനാവകാശമായ വോട്ടവകാശം അത്
എല്ലാ ആളുകൾക്കും അത് അവരുടെ മൗലിക അവകാശം കൂടിയാണ്. ഈ അവകാശത്തെ ഹനിക്കുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിലപാട്, ആ നിലപാടിനെതിരായ വലിയ വ്യാപകമായ പ്രതിഷേധമാണ് കണ്ടത്. ഇനി വരും ദിവസങ്ങളിലും ആ പ്രതിഷേധം ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രതിപക്ഷം വ്യക്തമാക്കിയിരിക്കുന്നത്. പാർലമെൻറ്റും ഇനിയിപ്പോൾ ഈ ഓഗസ്റ്റ് 24 വരെയാണ് പാർലമെൻറ്റ്, 21 വരെയാണ് പാർലമെൻറ്റ് ഉള്ളത്. ആ വരും ദിവസങ്ങളിലും ഇനി ഈ ഒരു ബീഹാർ വോട്ടർ പട്ടികയും അതോടൊപ്പം തന്നെ ഈ വോട്ടർ ലിസ്റ്റിലെ ക്രമക്കേടെല്ലാം തന്നെയും വിഷയമായി ഉന്നയിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷം കൊണ്ടുവരും. സ്വാഭാവികമായും പാർലമെൻറ്റിലും വരും ദിവസങ്ങളും പ്രക്ഷുബ്ധമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല.